വെൽക്കം ടു ഈസ്റ്റേൺ ആനീസ് കിച്ചൺ. ഇന്ന് നമ്മുടെ എപ്പിസോഡിലൊരു പ്രത്യേക വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വിചാരിക്കുക എന്നാണെന്നറിയോ, നോൺ വെജ് ആണെന്നേ. ഇന്ന് പക്ഷേ നോൺ വെജും അല്ല, എന്നാൽ വെജിറ്റേറിയൻ വല്ല പനീറോ കോണോ അങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കാൻ പോകാമെന്ന് വിചാരിക്കും. എന്നാൽ അതുമല്ല, തനി നാടൻ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ വെക്കുന്നത്. ഇപ്പം പറഞ്ഞ കൂട്ട് നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ ഞാനും ഇത് കുറച്ച് പഠിച്ച് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് നല്ലൊരു വിഭവമാണ്. എന്നാന്നറിയാമോ, നമ്മുടെ ചോറിനൂടെ ഒക്കെ തിന്നാനാണ് നല്ലത്. ഇതൊരു തോരനാണ്. അപ്പോൾ തോരനാന്ന് പറയുമ്പോൾ തോരൻ വെക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടോ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ നിത്യം വെക്കുന്ന ഒരു ക്യാബേജ് തോരനല്ല, ബീൻസ് തോരനല്ല, ബീട്രൂട്ട് തോരൻ ഒന്നുമല്ല. പിന്നെ ഇതെന്നാ തോരനാന്നല്ലേ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ വേറെ ഒരു പ്രത്യേക തോരനൊന്നുമല്ല, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ഒരു ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന ഒരു തോരനാണ്. ഇത് വേറെ ഒന്നുമല്ല, ചക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു തോരൻ. ഇതിനെന്നാ പറയുന്നതെന്നറിയോ, ഇടിച്ചക്ക തോരൻ എന്ന് പറയും. ഇത് ട്രിവാൻഡ്രത്തൊക്കെ ഇഷ്ടംപോലെ ഈ തോരൻ ഉണ്ട്. പക്ഷേ എന്നാ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ എൻ്റെ കോട്ടയം എന്നൊക്കെ പറയുന്നവിടെ അവിടെ ഇച്ചിരി കുറവാണ്. എന്നാലും ഈ തോരൻ നല്ലതാണ്. ഇത് മാത്രമല്ല, ഇങ്ങനത്തെ തോരനല്ല, എന്തെല്ലാം ടൈപ്പ് ഓഫ് തോരനുണ്ടെന്നറിയോ. നമുക്കതൊക്കെ പിന്നെ പോകെ ഉള്ള എപ്പിസോഡിലൊക്കെ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. സ്ഥിരം ചെയ്യുന്നതല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെയുള്ള ഇഷ്ടം പോലെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ തോരനുണ്ട്. ഇന്നിപ്പം നമ്മൾ ചക്ക വെച്ച തോരൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അമ്മമാർ പറയുന്നത് എന്തറിയോ, ഈ ചക്കയുടെ തോല് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തെ ഫുൾ സാധനവും എന്നാ പറയുന്നത്, അതിൻ്റെ ചുള, ചക്കക്കുരു, ചവണി, അതിൻ്റെ എന്നാ പറയുന്നത്, അതിൻ്റെ പൂഞ്ഞ എല്ലാം ഓരോ കറിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചക്ക ഇസ് നോട്ട് എ വേസ്റ്റ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പം ഇടത്തരം ചക്ക അതിൻ്റെ തോല് കളഞ്ഞ് മുറിച്ച് ഇതേ സ്ക്വയർ പീസസ് ആയിട്ടൊക്കെ ആദ്യം പറഞ്ഞുതരാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇടിച്ചക്ക തോരൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ നോക്കി പഠിക്കുക. ഞാൻ പഠിച്ചു, ഇനി ഞാൻ പഠിപ്പിച്ച് തരാം. അമ്മമാർ കാണുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഞാൻ അമ്മമാരും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വ്യത്യാസങ്ങൾ വരും. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഇപ്പോൾ എന്തായാലും ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്നാന്നുള്ളത് നോക്കിക്കോളൂ. ഇതിപ്പം ഒരു ചെറിയ ചക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെന്നാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനകത്ത് സ്ക്വയറായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് സ്ക്വയറായിട്ട് മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് ഈ ചക്ക. ഒരു വലിയ ചക്കയാണെങ്കിൽ അതിൻ്റെ ഹാഫ് മതിയാവും. ഒരു ഇച്ചിരി എടുക്കുമ്പോൾ തന്നെ തോരൻ ഒരുപാട് കിട്ടും. അതിന് ക്വാണ്ടിറ്റി കൂടുന്ന ഒരു വിഭവമായി ഈ ചക്കയുടെ. പിന്നെ അതിന് വേണ്ടി തോരൻ അരയ്ക്കാനുള്ളത് തേങ്ങ പച്ചത്തേങ്ങ ആണെങ്കിൽ ഏറ്റവും നല്ല, ഉണക്കത്തേങ്ങ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു മുറി തേങ്ങ. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളിയാണ് വേണ്ടേ. അത് തോരൻ അരയ്ക്കുന്നത് പോലെ എന്നാ പറയുന്നത്, ചക്ക ആയതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി കൂടിയ നല്ലതാണ്. പിന്നെ വേണ്ടിയത് ജീരകം. അത് ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലത്ത് ജീരകം അരയ്ക്കത്തില്ല, ചിലയിടത്ത് ജീരകം അരയ്ക്കും. പക്ഷെ തോരന് ജീരകം അരയ്ക്കുന്നത് തന്നെയാണ് അതിൻ്റെ സ്വാദും നല്ല മണവും വരുന്നത്. പിന്നെ ഇതിനകത്ത് പൊടി എന്നാന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് മുളക് പൊടി. ഇതിന് തോരൻ പല ടൈപ്പ് അരയ്ക്കും, പച്ചമുളക് ഇട്ടും അരയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മുളക് പൊടി അരച്ച തോരൻ വയ്ക്കുന്നത്. പിന്നെ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ എന്നാന്നോ, കടുക്. ഇതിനകത്ത് കടുക് വറുക്കുമ്പോഴത്തേക്ക് ഉഴുന്നുപരിപ്പിട്ട് വേണം കടുക് വറുക്കാൻ. പിന്നെ വറ്റൽ മുളക്, പിന്നെ എൻ്റെ ഇഷ്ടമുള്ള കറിവേപ്പില. ഈ തോരൻ വയ്ക്കാൻ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇനി ഈ ചക്കയ്ക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്താണെന്നറിയാവോ, ഇതിന് കുറച്ച് പണി എന്നാന്ന് പറഞ്ഞാൽ, ഈ ചക്ക ഇങ്ങനെ ഇത് തനിയെ ഇങ്ങനെ അങ്ങ് ഇടാനൊക്കത്തില്ല. ഇതിനെ നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് തല്ലണം എന്ന് വെച്ചാൽ, നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ ഒക്കത്തില്ല. അതെന്നാന്ന് വെച്ചാൽ, ഇങ്ങനെ എന്നാ പറയുന്നത്, മിക്സി അടിക്കുമ്പോൾ അറിയത്തില്ലേ, കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഒക്കത്തില്ല. നമ്മുടെ വീട്ടിലൊക്കെ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് ചതയ്ക്കുന്ന ഏറ്റവും നല്ലത്. ഇതില്ലെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലൊക്കെ എടുക്കാൻ എനിക്ക് ഇച്ചിരി മടിയായുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാനൊരു ഇടികല്ല് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഇടികല്ല് എടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കല്ലിൽ കിട്ടും, അത് മേടിച്ചാലും മതി. കല്ല് നമുക്ക് വേണ്ട. അതിന് പകരം നമുക്ക് ഈ ഇടിക്കുന്ന സാധനം വെച്ചിട്ട് ഒരു ചക്ക ഒരു പീസ് എടുത്ത് ഇതിനെ ഇങ്ങനെ തല്ലണം. തല്ലുമ്പം എപ്പോഴും അതിൻ്റെ എന്നാ പറയുന്നത്, ഈ മേൽഭാഗത്ത് തല്ലല്ല, അതിൻ്റെ മൂട് ഭാഗത്തെ തല്ലാവുള്ളൂ. അപ്പം ഈ ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ട് വന്നോളൂ.
ഇടിച്ചേച്ചുണ്ടല്ലോ ചിലപ്പോൾ ആണെങ്കിൽ അതിൻ്റെ മൂഡ് അങ്ങ് സ്പ്ലിറ്റ് ആവത്തില്ല. അന്നേരം നമ്മൾ കൈ വെച്ചേച്ച് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ആക്കി വിട്ടേച്ചാൽ മതി. ഇതേപോലെ അപ്പം നല്ല തോരന് ഇടിച്ച് ചതച്ച പോലെ തന്നെ വരും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിച്ച് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിലും ഭേദം ശരിക്കും അങ്ങനെ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെയാണ് ഏറ്റവും നല്ലത്. അതെന്നാ പറയുന്നത്, കൂമ്പ് തോരനൊക്കെ എന്നാ സ്വാദാ. അതും ഈ ചക്കത്തോരനും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ചോറുണ്ണാൻ നല്ലതാണ്. നോൺ വെജ് തന്നെ വേണം എന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ച പച്ചക്കറി കഴിക്കുന്നതിലും ഭേദം ആരോഗ്യത്തിനും ഇതൊക്കെ തന്നെയാണ് നല്ലത്. നമ്മുടെ അമ്മമാരൊക്കെ, എൻ്റെ അമ്മയൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിനുള്ള ആരോഗ്യമാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ജങ്ക് ഫുഡ്സ് കഴിയുന്നതും ക്വിറ്റ് ചെയ്യുക. വൺസ് ഇൻ എ ബ്ലൂ മൂൺ കഴിക്കുക. ഇങ്ങനത്തെയൊക്കെ ഫുഡ് കഴിച്ച് ശീലിക്കുക. എണ്ണ ചൂടാവുന്ന സമയം നമുക്കിതിന് അരയ്ക്കാൻ വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, വെളുത്തുള്ളി ഒരു 5-6 കഷ്ണം, ജീരകം. ഇത് ഒന്ന് ആവശ്യത്തിന് ചതച്ചെടുക്കണം. ആവശ്യത്തിന് ചതച്ചെടുക്കുക. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നറിയോ, എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ കടുക്, കടുകിൻ്റെ കൂടെ ഉഴുന്നുപരിപ്പ് കൂടെ ഇടണം. ഉഴുന്നുപരിപ്പും കുറച്ച് വറ്റലും. കടുക് പൊട്ടിയിട്ട് ഉഴുന്നുപരിപ്പ് ഇച്ചിരി ഒന്ന് മൂക്കണം. അതാണ് പരുവം. കുറച്ച് കറിവേപ്പില. തോരന് കറിവേപ്പില ഇടും, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളറാവും, അതാ അതിൻ്റെ പരുവം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരപ്പിടണം. എന്നാന്നറിയോ, ആദ്യമേ ചക്ക ഇടരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ അത് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്ന. അതുകൊണ്ട് തോരൻ ആദ്യം നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ടേച്ച് അതിൻ്റെ ഒരു പച്ചച്ചൊവയും മാറ്റിയിട്ട് തേങ്ങയുടെ ഒരു എന്നാ പറയുന്നത്, ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അതും കൂടെ മാറി ഈ തോരൻ പോലെ തോർത്തിയെടുക്കാന്ന് പറയില്ല. എന്ന് പറഞ്ഞ പോലെ ആദ്യം ഈ അരപ്പ് അങ്ങനെ ആക്കി എടുത്തേച്ച് വേണം നമ്മൾ ചക്ക ഇടാൻ. അരപ്പ് ശരിക്കും നല്ലതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ചക്ക ഇതിനകത്തോട്ട്. ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാ. ശരിക്കും നമ്മുടെ ഗസ്റ്റ് ആരാന്ന് പറഞ്ഞില്ല. ഗസ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ എന്നാ പറയുന്നത് നഗരമാതാവ് എന്നൊക്കെ പറയും, ബഹുമാനപ്പെട്ട മേയർ ചന്ദ്രിക മാഡമായിരുന്നു നമ്മുടെ ഇവിടെ വരുന്നത്. പക്ഷെ ഞാൻ ഇത്രയും ഫോർമാലിറ്റി ആയിട്ടൊക്കെ പറയുന്നത് എന്നാണെന്നറിയാമോ, ഇൻട്രൊഡക്ഷൻ ഓഫ് കോഴ്സ് എപ്പോഴും ഒരു ഫോർമാലിറ്റി വേണം. പക്ഷേ ചന്ദ്രിക മാഡം പറയാൻ എനിക്ക് തന്നെ പറ്റുന്നില്ല. കാര്യം വെച്ചാൽ ഞങ്ങൾ കുറവങ്കോണത്തോട് താമസം മാറ്റിയപ്പോഴത്തേക്കും ആൻറ്റി അവിടെ ശരിക്കും കൗൺസിലറായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ആൻറ്റീനെ എനിക്കറിയാം. അതുകൊണ്ട് ആൻറ്റി എന്ന് വിളിച്ചു വരുന്നത്. ആൻറ്റി എന്നോട് ഇടിച്ചക്ക തോരനാ പറഞ്ഞേ. പക്ഷേ ഞാൻ എന്നാന്നറിയാമോ, അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഡിഷ് കൂടെ ചെയ്യുന്നുണ്ട്. അതെന്നാന്നോ, ചീര സാമ്പാർ എന്ന് പറയും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ തോരനും ചീര സാമ്പാറും വെച്ച് ഒരു ദിവസം എനിക്ക് വേണ്ടി ചോറിൻ്റെ കൂടെ ഇത് രണ്ടും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? അപ്പം അറിയാം നമുക്ക് ശരിക്കും ഒരു ജങ്ക് ഫുഡിൻ്റെയും നമ്മുടെ നാടൻ വിഭവത്തിൻ്റെയും വ്യത്യാസം. ആദ്യമൊക്കെ ചക്ക എന്നൊക്കെ തോന്നും, പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ അറിയാം എൻ്റെ ടേസ്റ്റ്. ഇപ്പം ഞാൻ അരപ്പും എല്ലാം ചേർത്തു, ചക്കയും അതിനകത്ത് ഇട്ട് കഴിഞ്ഞു. പക്ഷേ ഈ ചക്ക പ്രത്യേകമല്ലേ നമ്മൾ വേവിച്ച തോരൻ പ്രത്യേകം, അതിൻ്റെ കൂട്ട് പ്രത്യേകമാക്കിയത്. ഇനി നമ്മൾ രണ്ടും കൂടെ ഒന്നാക്കി. അപ്പം ഇനി ഈ ചക്കയിലോട്ട് ആ തോരൻ്റെ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഒന്ന് പിടിക്കണം. ചക്ക നല്ലതായിട്ട് പിടിച്ച് അതിൻ്റെ അരപ്പൊക്കെ അതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറി
ഇപ്പോൾ കണ്ടോ നമ്മുടെ തോരൻ പോലെ നല്ലതായിട്ട് എന്നാ പറയുന്നത് ഡ്രൈ ആയിട്ട് നമ്മുടെ തോരൻ വന്നിട്ടുണ്ട്. ഇതിനോളമുള്ള സ്വാദ് ശരിക്കും വേറൊരു തോരൻ വെച്ചാൽ വരികയില്ല കേട്ടോ. ഇനി നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തേച്ചാൽ മാത്രം മതി. നിറയെ വറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ ഇടണം. ഉഴുന്നുപരിപ്പ് മൊരിയണം. കാര്യം എന്താണെന്നറിയോ, നമ്മൾ ആ തോരൻ കഴിക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി കടിക്കാൻ കിട്ടും. അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഒരു ഡിഷാണ്. ഇനി അടുത്ത ഹെൽത്തി ഡിഷ് എന്നാന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചീര സാമ്പാറാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ശരിക്കും നമ്മൾ എന്നാ പറയുക, കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയി. കാര്യം വേറൊന്നുമല്ല, എപ്പോഴും നമ്മൾ ചിക്കനും മീനും ഒക്കെ വറുത്തും മൊത്തത്തിൽ ബഹളമാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇച്ചിരി ആരോഗ്യമൊക്കെ തരാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ മൊത്തം വെജിറ്റേറിയനാണ്. ഇനി അടുത്ത എന്നാന്ന് പറയുക, ചീര സാമ്പാറാണ്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ ചീര നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു വെച്ചേക്കുക. ഇതിപ്പോൾ നമ്മൾ ചന്തയിൽ പോയി മേടിക്കുവാന്നേൽ ഒരു പിടി ചീര ധാരാളം മതിയാവും. അതിൻ്റെ തണ്ടൊന്നും വേണ്ട. ചീരയുടെ ഇല നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോഴത്തേന് ഉണ്ടാവുന്ന ആ ഇലയിലോട് ചേർന്നിരിക്കുന്ന തണ്ട് മാത്രം അരിഞ്ഞാൽ മതി. ഇതിപ്പോൾ ഒരു 10 രൂപയുടെ ചീര മാത്രം വാങ്ങിച്ച് ചെയ്താൽ മതി. തണ്ടെടുക്കരുത് സാമ്പാറിന്. പക്ഷേ ഈ തണ്ട് കൊണ്ടും ഗുണമുണ്ട്. കാര്യം എന്നറിയോ, ആ തണ്ട് വെച്ച് അവിയൽ ചെയ്യും. അതിപ്പോൾ പറഞ്ഞു തരുന്നില്ല, വേറൊരു എപ്പിസോഡിൽ പറഞ്ഞു തരും. പിന്നെ വേണ്ടത് പരിപ്പ്, സാമ്പാർ പരിപ്പ് നല്ല വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി. പരിപ്പ് വേവിക്കുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് വേവിക്കാം. അതല്ലെങ്കിൽ പരിപ്പ് മാത്രം വേവിച്ചാലും മതി. ഇച്ചിരി മഞ്ഞയും കൂടി ഇട്ട് പരിപ്പ് വേവിക്കുക. പിന്നെ ഒരു തക്കാളി എപ്പോഴും ചേർക്കുമ്പോൾ പുളി നോക്കിക്കോണം. പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചേക്കുക. അത് നമ്മുടെ കുടംപുളിയല്ല, വാളം പുളിയാണ് ഇത് പിഴിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് കായം, പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയുള്ള കടുക്, വറ്റൽ മുളക് വേണം. സാമ്പാറിലിടാൻ കുറച്ച് പച്ചമുളക്, അത് നമ്മുടെ എരിവൊക്കെ അനുസരിച്ച് എടുത്തേച്ചാൽ മതി. ഇതെല്ലാം പോയിട്ട് എൻ്റെ കയ്യിൽ എന്നാണെന്നറിയോ, കുറച്ച് സാമ്പാർ പൊടിയുണ്ട്. കൂട്ടെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചേക്കുന്ന സാമ്പാർ പൊടിയായത്. അതായത് അമ്മമാരൊക്കെ ചെയ്യും, വറ്റൽ മുളക്, മല്ലി, ഇതെല്ലാം കായം ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചു വെക്കും. അങ്ങനെ പൊടിച്ചു വെച്ചേക്കുന്ന ഒരു സാമ്പാർ പൊടിയായത്. എന്നാൽ ഇപ്പം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നത്തിനാണ് ഇതൊന്നും കൂടെ ചോദിച്ചാൽ ഒരു കുറച്ച് ഡിഫറൻസ് വരും ആ സാമ്പാറിന്. സാമ്പാർ വെക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വെക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പാനിൽ വെക്കാം. ആദ്യം നമുക്ക് പരിപ്പിടണം. തീ നല്ലതായിട്ട് കുറയ്ക്കുക. പരിപ്പ് നല്ലതായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇടണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് തക്കാളി, കുറച്ച് പുളി എപ്പോഴും കുറച്ച് ഒഴിച്ചാൽ മതിയേ. ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി വെച്ച് ഇതിനകത്തോട്ട് ചീര ഇടണം. സാമ്പാറാകുമ്പോൾ അതിന് ചാറ് തന്നെ വേണം. അപ്പം നമ്മൾ വെള്ളം ചേർക്കണം. പൊടിച്ചു വെച്ചേക്കുന്ന സാമ്പാർ പൊടി, കുറച്ച് പച്ചമുളക്, കുറച്ച് കായപ്പൊടി. ഇതിനകത്ത് ഒരുപാട് കായ ഇടണ്ട, ഒരു കുറച്ച് മതി. ഇത്രയേ ഉള്ളൂ. ഇനി എന്ന് പറഞ്ഞാൽ ഈ ചീരക്കകത്തോട്ട് അധികം വേവില്ലാത്തതുകൊണ്ട് വലിയ സമയമൊന്നും എടുക്കുകയല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞേച്ച് കുറച്ച് നേരം നമുക്ക് അടച്ചിടണം. എന്നാലേ ചീര വേവത്തുള്ളൂ. കുക്കറാണെങ്കിൽ ഒരു പ്രഷർ എടുത്താൽ മതി. അടച്ചിടുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഇട്ടില്ലല്ലോ, ഉപ്പിടണ്ടേ. എപ്പോഴും തക്കാളിയും കൂടെ വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി, ഇല്ലെങ്കിൽ ചേർക്കരുത്. ഉപ്പും പുളിയും എല്ലാം നമ്മളത് ഈ ഫുൾ ഇൻഗ്രീഡിയൻ്റ് ഇട്ടേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും വെന്ത് അതിനാ പരുവാകുമ്പോൾ ശേഷം മാത്രം ബാക്കി ചേർക്കാവുള്ളൂ. ഇതിന് കടുക് വറുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
കടു വറുക്കുന്ന സമയത്ത് നമുക്ക് തനി ഉലുവ വേണമെങ്കിൽ ഇടാം. ഇതല്ലെങ്കിൽ നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കുന്ന സമയത്ത് ഉലുവാപ്പൊടി ഇടാം. ഇതിപ്പോൾ ഞാൻ സാമ്പാർ പൊടിച്ചു വെച്ചേക്കുന്ന സാമ്പാർ പൊടി എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഉലുവ എല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഉലുവ അതിനകത്ത് ഇടാത്തത്. അതല്ല നമ്മൾ തനിയെ ചേർക്കുന്നതെങ്കിൽ ഒരുപാടൊന്നും ഇടരുത്, ഉലുവ ഒരുപാട് ഇട്ടാൽ കഴിക്കും. അതുകൊണ്ട് എന്നാ പറയുന്നത്, ഇത്രയും പോകുന്നതിനാണെങ്കിൽ ഒരു 2 നുള്ളൊക്കെ ഇട്ടേച്ചാൽ മതി. ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ട് സാമ്പാറൊക്കെ തീയലും ഒക്കെ കടു വറുക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി ഇട്ട് കടു വറുക്കുന്നത് തന്നെയാണ് കേട്ടോ സ്വാദ്. ഇതിനകത്തോട്ട് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില. ഈ ഉള്ളി മൂക്കുന്ന സമയം ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. എന്നാന്നോ, ഈ സാമ്പാർ നമ്മൾ വേവാൻ വെച്ചില്ലേ, ഇതിനകത്ത് നമ്മളൊരു 2 സാധനം ചേർക്കും. കുറച്ച് ശർക്കരയും കുറച്ച് നെയ്യും. അപ്പോഴേ നിങ്ങളുടെ മുഖമൊക്കെ ഈ ശർക്കരയും നെയ്യോ സാമ്പാറിനകത്തോ? ഞാനും ഇതേ എക്സ്പ്രഷനായിരുന്നു ആദ്യമായിട്ട് കേട്ടപ്പോൾ. പക്ഷേ നമ്മൾ കടു വറുക്കുന്നത് വെളിച്ചെണ്ണയിലല്ല എന്നുണ്ടെങ്കിൽ നെയ്യിലായാലും കടു വറുക്കാം. ആ നെയ്യുടെ ഒരു സ്വാദ് അങ്ങനെയൊന്നും വരത്തില്ല. ഇതിൻ്റെ കൂടെ ഇത്രയും ശർക്കരയൊന്നും ഇടരുത്, ഒരു പൊടിക്ക്. അപ്പോൾ ഈ നെയ്യും ശർക്കരയും എല്ലാം കൂടെ ഈ സാമ്പാറിനകത്തോട്ട് കിടന്ന് നല്ലൊരു സ്വാദാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ കടു വറുത്തത് നല്ലതായിട്ട് വറുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒഴിക്കുവാണെങ്കിൽ സാമ്പാർ വിളമ്പി വെച്ച് പാത്രത്തിനകത്തോട്ട് വിളമ്പി വെച്ചിട്ട് ഇത് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല മണവും വരും. ഇനി കടു വറുത്തതും ഇത് എല്ലാം കൂടെ കിടന്ന് ഈ സാമ്പാറിനകത്തോട്ട് നല്ലോണം പിടിക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. അപ്പം നമുക്ക് മേറാൻറ്റി വരുമ്പോൾ നല്ല ചൂട് സാമ്പാറും തോരനും പപ്പടവും ഒക്കെ വെച്ച് നല്ല ചൂടായിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ ഉണ്ടാക്കിയ എന്നാ പറയുന്നത് ഇടിച്ചക്ക തോരനും ചീര സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്.